ഇനി വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങാം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ ആറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. വികസനത്തിന്റെ തുടർച്ചയ്ക്കൊപ്പം ജനങ്ങളുടെ സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന ഹാപ്പി വടക്കാഞ്ചേരി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ LDF പുറത്തിറക്കി. വടക്കാഞ്ചേരി ചാലിപ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. ആരോഗ്യം, ടൂറിസം, തൊഴിൽ തുടങ്ങി 16 പ്രധാന മേഖലകളെ ഉൾപ്പെടുത്തിയാണ് LDF വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഈ വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഹാപ്പിനെസ് എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാകില്ല. മനുഷ്യന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം, ക്ഷേമം ഉണ്ടാകണം, നാട്ടിൽ വികസനം ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാവുക. വടക്കാഞ്ചേരിയുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്റെ ദൗത്യം എന്ന് നമ്മുടെ നിലവിലെ MLAയും ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയുമായ ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി അദ്ദേഹം ഈ കാഴ്ചപ്പാടിനെ മുന്നോട്ട് വയ്ക്കുന്നു. വടക്കാഞ്ചേരി കലയുടെ, സംസ്കാരത്തിന്റെ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഒക്കെ കേന്ദ്രമായിട്ടുള്ള ഈ മണ്ഡലത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുശക്തമാക്കും, ജനങ്ങളുടെ സന്തോഷം കൂടുതൽ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് തീർച്ചയായും അഭിമാനകരമാണ്. ഈ ഒരു ആശയം നാട്ടിലെമ്പാടും നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയണം. കലഹവും വിദ്വേഷവുമല്ല, വെറുപ്പല്ല പ്രസരിപ്പിക്കേണ്ടത്, സൗഹൃദമാണ്, സന്തോഷമാണ്. അതിനേക്കാൾ മഹത്തായ മറ്റൊരു ആശയമില്ല. വടക്കാഞ്ചേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഹാപ്പി വടക്കാഞ്ചേരി മാനിഫെസ്റ്റോയിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സ്പർശിക്കുന്ന വിപുലമായ പദ്ധതികളാണുള്ളത്. എല്ലാവർക്കും തൊഴിൽ, ഹാപ്പിനെസ്, ടൂറിസം, ആരോഗ്യ ശൃംഖല, മുതിർന്ന പൗരന്മാർക്കായി ഹാപ്പി ഏജിംഗ്, കൃഷി, ജലസേചനം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി നൂതന ആശയങ്ങൾ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി പദ്ധതിയുടെ ഉള്ളടക്കം വിശദീകരിച്ചു. നമുക്കറിയാം, നമ്മുടെ റോഡ് നിർമ്മാണം, ഏത് റോഡ് നിർമ്മാണം നടക്കുമ്പോഴും ആ നിർവഹണ ഘട്ടത്തിലെ ഒരു ചെറിയ പ്രയാസം നമുക്ക് സഞ്ചരിക്കുന്നുണ്ടാവും. പാലാണെങ്കിൽ പാലം, റോഡാണെങ്കിൽ റോഡ്. ഇപ്പോ മറ്റേ നമ്മുടെ പീച്ചി വാളാനി പോയിട്ടോ ഇപ്പോ വളരെ ഹാപ്പി ആയിട്ട് ആളുകൾ പോവാ. അപ്പൊ വികസനത്തിന്റെ ഒരു ഘട്ടം ഇച്ചിരി പ്രയാസമുള്ളതാണ്, അടുത്ത ഘട്ടം വളരെ ഹാപ്പിയാണ്. അപ്പോ കേരളത്തിലെ ആകെയുള്ള ഒരു ചിത്രം, ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല, കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ വികസനത്തിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 2016 മുതൽ 21 വരെ ആരംഭിച്ച പദ്ധതികളും പ്രവർത്തനങ്ങളും 2021 ശേഷം പൂർത്തീകരിച്ചപ്പോ അതിന്റെ ഹാപ്പിനെസ് ഉണ്ടല്ലോ. എന്നാൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ മണ്ഡലത്തിലെ ഒരു പ്രത്യേകത ഇത് പലതും നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ നിർവഹണത്തിലെത്തുന്നു എന്നുള്ളതാണ്. പുതുതായ കുറേയേറെ പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ ടൂറിസം പദ്ധതികൾ, അപ്പൊ അടുത്ത 5 വർഷം എന്ന് പറയുന്നത് ഇത് പൂർത്തീകരിച്ച് അതിന്റെ സന്തോഷം വ്യത്യസ്ത നിലയിൽ നമുക്കുണ്ടാവുകയും അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ നാം രൂപപ്പെടുത്തേണ്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായി പറയുന്നത്.
കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ നാരായണൻ, സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ധർമ്മരാജ് അടാട്ട് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരിയെ സന്തോഷകരമായ നഗരമാക്കി മാറ്റുന്നതിനായി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ച് പദ്ധതി വിപുലീകരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. LDF മണ്ഡലം സെക്രട്ടറി PN സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. You are watching VCV News.